ഇത് ഊട്ടിയല്ല, കൊടൈക്കനാൽ അതുമല്ല, പിന്നെ ഇത്ര മഞ്ഞുള്ള സ്ഥലം ഏതല്ലേ? വാ നമുക്ക് പുലർച്ചെ ഒരു 5 മണിയോടെയാണ് നമ്മൾ ഈ റൈഡിനായിട്ട് ഇറങ്ങിയിട്ടുള്ളത്. രാത്രി ആയതുകൊണ്ട് തന്നെ ഇവിടെ അത്യാവശ്യം തണുപ്പുള്ളത് കൊണ്ടും നല്ല മഞ്ഞുണ്ടായിരുന്നു. എന്നാൽ അത് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് കുറയും എന്നുള്ള പ്രതീക്ഷയിലായിരുന്നു നമ്മൾ. ഇതിങ്ങനെ കൂടുമെന്നും നല്ലൊരു മഞ്ഞുള്ളൊരു യാത്രയിലേക്കായിരിക്കും നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നതെന്നും ഞങ്ങൾ ഒട്ടും പ്രതീക്ഷിച്ചില്ല. ഹൈദരാബാദിൽ പല സ്ഥലങ്ങളിലും നല്ല ലോ ആയിട്ടുള്ള ടെമ്പറേച്ചറുകൾ രേഖപ്പെടുത്താറുണ്ട്. 8 ഡിഗ്രി അല്ലെങ്കിൽ 9 ഡിഗ്രിയൊക്കെ വരാറുണ്ട്. എന്നാലും ഇത്രയും തണുപ്പ് നമ്മൾ ഈ ഒരു സമയത്ത് ഇവിടെ പ്രതീക്ഷിച്ചിരുന്നില്ല. എനിക്ക് തണുത്തിട്ട് വയ്യ, കൈയൊക്കെ ഉണ്ടെന്ന് തോന്നുന്നില്ല, മരവിച്ചു പോയി. ചെറിയൊരു റൈഡിന് ഇറങ്ങിയതുകൊണ്ട് തന്നെ ഗ്ലൗസോ അതുപോലുള്ള സംവിധാനങ്ങളോ നമ്മൾ എടുത്തിരുന്നില്ല. രാത്രി മാറി നേരം പുലരുമ്പോഴത്തേക്കും മഞ്ഞ് കുറയുമെന്നും തണുപ്പിൻ്റെ കാഠിന്യത്തിൽ ഇത്തിരി കുറവ് വരുമെന്നാണ് നമ്മൾ പ്രതീക്ഷിച്ചത്. അത് തെറ്റായൊരു ധാരണയായിരുന്നെന്ന് പിന്നെ നമ്മൾക്ക് മനസ്സിലായി. നേരം വെളുത്തിട്ടും നല്ല തണുപ്പ് തന്നെ. മഞ്ഞ് കൂടുന്നതല്ലാതെ കുറയുന്നതേ ഇല്ല. ചുറ്റിനും നോക്കിയാൽ മഞ്ഞ് മാത്രമേ കാണാൻ സാധിക്കത്തുള്ളൂ. മുന്നിലോട്ട് നോക്കിയാൽ നമ്മളേതോ ഒരു വെള്ള ഹോളിലോട്ട് യാത്ര ചെയ്തുകൊണ്ടേയിരിക്കുന്ന പോലെയാണ് എനിക്ക് തോന്നുന്നത്. എൻ്റെ ഹെൽമെറ്റ് മൊത്തവും മഞ്ഞുകൊണ്ട് മൂടി. ഒരു വൈപ്പർ ഫിറ്റ് ചെയ്യാൻ പറ്റിയായിരുന്നെങ്കിൽ എന്നെൻ്റെ മനസ്സിൽ കൂടെ കുറേ നേരം തോന്നുന്നുണ്ടായിരുന്നു. അങ്ങനെ ഒരു ഐഡിയ എന്തുകൊണ്ട് ആരും ഇതുവരെ കൊണ്ടുവന്നില്ല? അതൊരു ക്വസ്റ്റ്യൻ തന്നെയാണ്. ചുറ്റിനും നോക്കുമ്പോൾ അടുത്തുകൂടി വാഹനങ്ങൾ വന്നാലും മനുഷ്യർ വന്നാലും നമ്മൾ അറിയത്തതേയില്ല. ആൾക്കാർ അടുത്ത് വന്നു കഴിയുമ്പോഴാണ് അങ്ങനെ ഒരാൾ വന്നു എന്ന് തന്നെ നമ്മൾ അറിയുന്നത്. അതുകൊണ്ട് തന്നെ ഈ റൈഡ് കുറച്ച് റിസ്കി ആയിരുന്നു. എൻ്റെ ഹെൽമെറ്റ് ഏതാണ്ട് കംപ്ലീറ്റ് ആയിട്ടും മൊത്തവും മഞ്ഞുകൊണ്ട് മൂടി. ഇനിയെങ്കിലും ഒരു ആൻറ്റി ഫോഗുള്ള ഹെൽമെറ്റ് കരുതേണ്ടതായിരുന്നു എന്ന് ഇപ്പോൾ എനിക്ക് മനസ്സിലായി. നേരം പുലർന്നു തുടങ്ങി. എന്നിട്ട് 9 മണിയായപ്പോഴാണ് സൂര്യനെ കാണാൻ സാധിച്ചത്. മഞ്ഞിന് ഒരു കുറവും എന്നിട്ടും വന്നിട്ടില്ല. മഞ്ഞ് അതുപോലെ തന്നെ കൂടിക്കൊണ്ടേയിരിക്കുന്നു. കുറച്ചും കൂടി ശക്തിയിൽ കാറ്റോടെ അത് വീശാൻ തുടങ്ങി. ഞങ്ങൾ ഞങ്ങളുടെ സ്ഥലത്തെത്തിയിരിക്കുന്നു. ഈ സ്ഥലം കണ്ടിട്ട് എവിടെയാണെന്ന് ആർക്കെങ്കിലും മനസ്സിലായിട്ടുണ്ടെങ്കിൽ അത് കമൻറ്റ് ചെയ്യുക. യാത്രകൾ തുടരും.